കനവിൽ നിറയും ശ്രുതിയായി അവനുണ്ട്. കരളിൽ തിരുവോസ്തിരൂപനായി അവനുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് യേശു ജോർദാനിൽ എത്തി സ്നാനം സ്വീകരിക്കാനായിട്ട് ക്യൂവിൽ നിന്നു. ഓരോരുത്തരും സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു. യേശു പിന്നാലെ നിൽക്കുന്നുണ്ട്. അവസാനം യേശുവിന് ടേൺ എത്തിയപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ സ്നാപയോഹന്നാന് പറ്റിയില്ല. സ്നാപയോഹന്നാൻ പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ നീ എൻ്റെ നിന്ന് സ്വീകരിക്കുന്നോ? ഇതെങ്ങനെ ശരിയാവോ? നിനക്കും എനിക്കും അറിയാമല്ലോ നീ എന്നെക്കാളും വലിയവനാണെന്ന്. അത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ ഇപ്പം സമ്മതിക്കേ, സർവ്വനീതിയും പൂർത്തിയാകാൻ വേണ്ടി നീ ഇതിപ്പോൾ സമ്മതിക്കേ എന്ന് പറഞ്ഞ് യേശു സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നു. സ്നാപയോഹന്നാൻ യേശുവിനെ വെള്ളത്തിലേക്ക് ആഴ്ത്തി ഉയർത്തിയെടുത്തു. ഈ സമയമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്: സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാപൻ്റെ രൂപത്തിലിറങ്ങി വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു സ്വർഗത്തിൻ്റെ അറ്റസ്റ്റേഷൻ ഉണ്ടായിട്ടില്ല. പരസ്യജീവിതത്തിൽ ആദ്യമായിട്ട് സ്വർഗത്തു നിന്ന് ഇവൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു അറ്റസ്റ്റേഷൻ വന്നത് ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിലാണ്. അതിനുശേഷം താബൂർ മലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഫസ്റ്റ് ടൈം യേശു തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് തൻ്റെ ഈഗോ നഷ്ടപ്പെടുത്തി, താൻ എന്താണ് എങ്ങനെയാണെന്നുള്ള ആഡംബരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അവൻ മറ്റൊരു മുമ്പിൽ കുനിയാൻ തയ്യാറായപ്പോൾ, താഴാൻ തയ്യാറായപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഈ തിരുനാൾ നമുക്ക് നൽകേണ്ട ഒരു വെളിച്ചം അതാണ്. നമ്മൾ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ താഴുന്നുണ്ടെങ്കിൽ, എളിമപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. നമ്മുടെ മുമ്പിൽ സ്വർഗം തുറന്ന് ദൈവം സംസാരിക്കും. അതിന് തെളിവാണ് ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ തിരുനാൾ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ ചില ഇടങ്ങളിലൊക്കെ തല കുനിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ചില ഇടങ്ങളിലൊക്കെ മനുഷ്യരുടെ മുമ്പിൽ എളിമ കാണിക്കാതിരിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും കാണാൻ പറ്റില്ല. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്നറിയോ? അത് മനുഷ്യരുടെ മുമ്പിൽ ഒന്നുമില്ലാതായി തീരുക എന്നുള്ളതാണ്. ഈഗോ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. സീറോ ഈഗോയിൽ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായി തീരും. അതിൻ്റെ തെളിവാണ് ഈ തിരുനാൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ, ഞാനുറങ്ങും മുൻപ് ചൊല്ലും. ഈശോ മിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ, ഞാനുറങ്ങും മുൻപ് ചൊല്ലും. ഈശോ മിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ, ഉണർന്നെണീക്കുമ്പോഴും ചൊല്ലും. ഈശോ മിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ, ഉണർന്നെണീക്കുമ്പോഴും ചൊല്ലും. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ സ്വർഗ്ഗനായകന്. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ സ്നേഹനായകന്. രാത്രിയിലെനിക്ക് കൂട്ടിനായവനുണ്ട്, യാത്രയിലോ വഴി കാട്ടിയായവനുണ്ട്. രാത്രിയിലെനിക്ക് കൂട്ടിനായവനുണ്ട്, യാത്രയിലോ വഴി കാട്ടിയായവനുണ്ട്. സത്രത്തിലെന്നെ എത്തിക്കാനവനുണ്ട്, ശത്രുവാം ചെന്നായെ അകറ്റുവാനവനുണ്ട്. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ സ്വർഗ്ഗനായകന്.
സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്നേഹഗായകന്. കവിളത്തെ നീർച്ചാൽ തുടയ്ക്കുവാൻ അവനുണ്ട്, കരിയും മനസ്സിൽ കുളിരായി അവനുണ്ട്. കവിളത്തെ നീർച്ചാൽ തുടയ്ക്കുവാൻ അവനുണ്ട്, കരിയും മനസ്സിൽ കുളിരായി അവനുണ്ട്. കനവിൽ നിറയും ശ്രുതിയായി അവനുണ്ട്, കരളിൽ തിരുവോസ്തിരൂപനായി അവനുണ്ട്. സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്വർഗനായകന്. സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്നേഹനായകന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഞാനുറങ്ങും മുൻപ് ചൊല്ലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഉണർന്നെണീക്കുമ്പോഴും ചൊല്ലും. സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്വർഗനായകന്. സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്നേഹനായകന്.